സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ ചരിത്ര നിമിഷം. ഇതാദ്യമായി ഒരു മത്സരാർത്ഥി ഓൺലൈനായി പങ്കെടുത്തു. രോഗത്തിന്റെ അവശതകൾ മാറ്റി നിർത്തിയാണ് കാസർഗോഡ് പടന്ന സ്വദേശി സിയ ഫാത്തിമ കലോത്സവത്തിൽ മാറ്റുരച്ചത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രത്യേക അനുമതിയോടെയായിരുന്നു അറബിക് പോസ്റ്റർ ഡിസൈനിംഗ് മത്സരത്തിൽ സിയ പങ്കെടുത്തത്. വേദി 17 മുല്ലപ്പൂ അറബിക് പോസ്റ്റർ മത്സരം നടക്കുകയാണ്. മത്സരത്തിൽ പങ്കെടുക്കേണ്ട സിയ ഫാത്തിമ എത്തിയില്ല. വാസ്കുലൈറ്റിസ് എന്ന ഗുരുതര രോഗം ബാധിച്ച് സിയ ഇപ്പോൾ ചികിത്സയിലാണ്. യാത്ര ജീവനെ ബാധിക്കുമെന്ന ഡോക്ടേഴ്സിന്റെ നിർദ്ദേശം വന്നതിനു പിന്നാലെ സിയ വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തെഴുതി. പിന്നീട് നടന്നത് ചരിത്രം. സിയ ഫാത്തിമ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയുടെ അപേക്ഷയും ആ സ്കൂളിൻ്റെ അപേക്ഷയും എല്ലാം വെച്ച് നോക്കുമ്പോൾ ദയ അർഹിക്കുന്ന ഒരു ഹർജിയാണെന്നും അപേക്ഷയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ അവൻ്റെ ആഗ്രഹം ഇതിൽ സംസ്ഥാനത്ത് മത്സരിച്ചില്ലെങ്കിൽ അവൻ മരിച്ചു പോകുന്നടക്കമാണ് ആ കത്തിലെഴുതിയിരിക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് നിയമ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഒരു ഉത്തരവ് ഞങ്ങൾ നൽകുകയാണ് ചെയ്തത്. മാനുഷിക പരിഗണന നൽകിയുള്ള ഉത്തരവ് കലോത്സവ ചരിത്രത്തിൽ തന്നെ അത്യപൂർവം. ഈ മത്സരത്തിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. മന്ത്രി ഇങ്ങനെ ആക്കിയതിൽ വളരെ സന്തോഷമുണ്ട്. സിയയുടെ ആഗ്രഹം സഫലമാക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് കുടുംബം. ടീച്ചേഴ്സും അത് മോളും ഒരുപാട് പറഞ്ഞിരുന്നു. അവള് ലെറ്റർ തയ്യാറാക്കി കൂടുതൽ ഹെൽപ്പ് ചെയ്ത് അവരുടെ ടീച്ചേഴ്സാണ്. എങ്ങനെയെങ്കിലും ഇത് പങ്കെടുക്കുക എന്നുള്ളതാണ് അവളെ ഏറ്റവും വലിയ ആഗ്രഹം. അത് സാധിക്കുന്നതിന് വലിയ സന്തോഷം. സിയയുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ അധ്യാപകർ കൂടി കട്ടയ്ക്ക് നിന്നതോടെ സംഗതി കളറായി. വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് സംസാരിച്ചപ്പോൾ നല്ലൊരു അനുകൂലമായ ഒരു സമീപനമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തും അതുപോലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അങ്ങനെ തൃശൂരിലെ കലോത്സവ വേദി കാസർഗോഡ് പടന്നയിലെ സിയയുടെ വീട്ടിലെത്തി. സിയ ഹാപ്പിയാണ്. വലിയൊരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ സന്തോഷത്തിലാണ് ആ 10ാം ക്ലാസ്സുകാരി. കലയ്ക്കൊപ്പം കരുതലും. ഉത്തരവാദിത്ത കലോത്സവം എന്ന ഇത്തവണത്തെ കലോത്സവത്തിന്റെ ആപ്തവാക്യം അന്വർത്ഥമാകുന്ന കാഴ്ചകളാണ് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ നിന്ന് കാണുന്നത്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം ശ്രീനിത കൃഷ്ണൻ, 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.